എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. 2023 ക്രിസ്മസിനോടനുബന്ധിച്ച് 2 മാസത്തെയെങ്കിലും പെൻഷൻ വിതരണം നമ്മൾ കാത്തിരിക്കുകയാണ്. സർക്കാരിൻ്റെ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി 2000 കോടി രൂപ കടമെടുക്കുന്നത് നാളെയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സർക്കാരിന് താൽക്കാലിക ആശ്വാസമായി കൊണ്ടാണ് കേന്ദ്രം കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡും കിഫ്ബിയും മുമ്പ് കടമെടുത്തിട്ടുള്ള 3140 കോടി രൂപ സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും കുറച്ചത്. ഇതോടെ ഇത്രയും തുക സർക്കാരിന് അടുത്ത മാർച്ചിനുള്ളിൽ കടമെടുക്കാൻ കഴിയും. ഇതുൾപ്പെടെ 5000 കോടി രൂപയാണ് 2024 മാർച്ച് വരെ കടമെടുക്കാനുള്ള അനുമതി. ഇതിൽ നിന്നും 2000 കോടി രൂപയാണ് നാളെ ഡിസംബർ 19 തീയതി കടമെടുക്കുന്നത്. ഈ കടമെടുക്കുന്ന തുകയിൽ ഭൂരിഭാഗം പണവും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ആ ഒരു കണക്കിന് 2 മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കാനാണ് സാധ്യത. എന്നാലും നിലവിൽ സർക്കാരിന്റെ ദൈനംദിന ചെലവുകളും ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള മറ്റ് ചെലവുകളും കണക്കാക്കിയതിന് ശേഷമേ ഭൂരിഭാഗം തുകയും ഇതിനു വേണ്ടി ചെലവഴിക്കുമോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം വരൂ. അതായത് 2 മാസത്തെ പെൻഷൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് പറയാൻ പറ്റൂ. നിലവിൽ 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി 1500 കോടി രൂപയിലധികം വേണം. 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി കിടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ 2 മാസത്തെയെങ്കിലും ലഭിക്കാൻ തന്നെയാണ് ഇപ്പോൾ സാധ്യത. 2000 കോടി രൂപ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നും കടമെടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയ സാഹചര്യത്തിൽ 2 മാസത്തെ തന്നെ പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നാളെ കടമെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ധനമന്ത്രിയുടെ ഒരു അറിയിപ്പോ അല്ലെങ്കിൽ ധനവകുപ്പിന്റെ ഒരു ഉത്തരവോ നമ്മൾ ഉടനെ തന്നെ പ്രതീക്ഷിക്കുകയാണ്. നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ടോ അല്ലെങ്കിൽ മറ്റന്നാളോ ധനമന്ത്രിയുടെ ഭാഗത്തുനിന്നൊരു അറിയിപ്പുണ്ടാകും. പെൻഷൻ വിതരണം 1 മാസത്തെയോ 2 മാസത്തെയോ എന്ന് മാത്രമേ അറിയാനുള്ളൂ. ക്രിസ്മസിനോടനുബന്ധിച്ചു പെൻഷൻ വിതരണം എന്തായാലും ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. ഡിസംബർ 23 മുമ്പ് പെൻഷൻ വിതരണം ആരംഭിക്കും. ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഡിസംബർ 25 മുമ്പ് ക്രിസ്മസിന് മുമ്പ് തന്നെ തുക അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന രീതിയിൽ വിതരണം ഉണ്ടാകും. കൈകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് സർവീസ് സഹകരണ സംഘം ജീവനക്കാരാണ് വിതരണം ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ ഒരു തുക കൈകളിൽ എത്താനുള്ള ഒരു താമസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കൈകളിൽ വിതരണം ഭൂരിഭാഗം ആളുകൾക്കും ക്രിസ്മസിന് ശേഷമായിരിക്കും കൈകളിലേക്ക് തുക എത്തിച്ചേരുക. എന്തായാലും പെൻഷൻ വിതരണം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. നാളെയാണ് ഇതിന്റെ കടമെടുപ്പ് നടപടി നടക്കുന്നത്. ഈ 2000 കോടി രൂപ സർക്കാരിന് ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കും. കാരണം നവകേരള സദസ്സ് അവസാനിക്കുന്നത് അതോടൊപ്പം തന്നെ ക്രിസ്മസ്, ഈ 2 മാനദണ്ഡങ്ങൾ കണക്കാക്കിക്കൊണ്ട് 2 മാസത്തെ ക്ഷേമ പെൻഷൻ 3200 ലഭിക്കാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിവിധ പഞ്ചായത്തുകൾ, എല്ലാ പഞ്ചായത്തുകളും ഇല്ല, വിവിധ പഞ്ചായത്തുകൾ വിധവാ പെൻഷൻ വാങ്ങുന്നവരോടും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരോടും വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ പഞ്ചായത്തിൽ അതിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ഉടനെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് 20 തീയതി വരെയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള സമയം ഉള്ളത്. നാളെയും മറ്റന്നാളും അതിന് സാധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ മാസം സാധിക്കില്ല. ഈ മാസം ചെയ്യാത്ത ആളുകൾക്ക് ഡിസംബർ മാസത്തെ പെൻഷൻ കൂടി മുടങ്ങും. അതായത് നിലവിൽ അവർക്ക് ഇപ്പോൾ കുടിശ്ശികയുള്ള 4 മാസത്തെ പെൻഷൻ മുടങ്ങി കിടക്കുകയാണ്. അത് ഇനി അവർക്ക് ലഭിക്കില്ല. ഈ മാസം കൂടി ചെയ്യാതിരുന്നാൽ ഡിസംബറിലേതും മുടങ്ങും. അതായത് 5 മാസം ഇനി അവർക്ക് പെൻഷൻ ലഭിക്കില്ല. പിന്നെ ജനുവരിയിലെ മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയുള്ളൂ. ജനുവരി 1 തീയതി മുതൽ 20 തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യാം. അങ്ങനെയെങ്കിൽ പിന്നെ ജനുവരി പെൻഷൻ എന്നാണോ വിതരണം ചെയ്യുന്നത് അന്ന് മുതലേ അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എത്രയും വേഗം മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബയോമെട്രിക് പരാജയപ്പെടുന്ന ആളുകൾ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും ശ്രദ്ധിക്കുക. അക്ഷയയിൽ പോകാൻ കഴിയാത്ത ആളുകളാണ് എങ്കിൽ ആ വിവരം അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ച് അവർ വീടുകളിൽ എത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി തരുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.